നിങ്ങളിൽ അധികം ആൾക്കാരും എൻ്റെ വീഡിയോയിൽ നിന്ന് ഫസ്റ്റ് ടൈം ആയിരിക്കും. കാരണം ഇതാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ. എൻ്റെ പേര് സുസ്ബാന എന്നാണ്. ഹാവ് ബീൻ ലിവിങ് ഹിയർ ഇൻ ദി UK for past 2.5 years and I'm a pharmacist by profession. സോ ഞാൻ ഇന്നെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഞാനിവിടെ UK ജീവിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഓരോ സീസൺസും ഇങ്ങനെ മാറി മാറി വരുന്ന നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നാട്ടിലാണെങ്കിൽ നമുക്കൊരു സമ്മർ അല്ലെങ്കിൽ റെയിനി സീസൺ, മൺസൂൺ സീസണാണ് ഉള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഞാൻ കറൻ്റ്ലി ഫോൾ അല്ലെങ്കിൽ ഓട്ടം സീസണിലാണ് ഉള്ളത്. ഇനി വിൻ്റർ വരും, പിന്നെ സ്പ്രിങ് പൂക്കളൊക്കെ തളിർത്ത് വരുന്ന സ്പ്രിങ് സീസൺ വരും. അത് കഴിഞ്ഞ് സമ്മറാവും, പിന്നെ വീണ്ടും ഈ ഇലകളൊക്കെ കൊഴിയുന്ന ഫോൾ സീസണിലോട്ട് വരും. അപ്പോൾ ഞാൻ എല്ലാ വർഷവും ഇങ്ങനെ ഓരോ സീസൺ മാറുന്നതനുസരിച്ചിട്ട് എൻ്റെ അപ്പാർട്ട്മെൻറ്റ്, അതായത് എൻ്റെ ഫ്ലാറ്റിൻ്റെ ഡെക്കോഴ്സൊക്കെ ഒന്ന് മാറ്റി പുതിയ ഐറ്റംസൊക്കെ വെച്ച്, അതായത് ആ സീസണിൻ്റെ തീമിൽ അല്ലെങ്കിൽ ആ ഒരു വൈബിൽ ഒന്ന് വീടൊന്ന് റീസെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാറുണ്ട്. അപ്പോൾ സാധാരണ ഒക്ടോബറിലാണ് എല്ലാവരും ഫോൾ മന്തായിട്ട് ആഘോഷിക്കാറും ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തു വരാറും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒക്ടോബറിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻ്റ് ഒന്ന് ഫുള്ളി റീസെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എൻ്റെ ഇത്രയും കഴിഞ്ഞ വർഷങ്ങളൊക്കെ ആയിട്ട് വാങ്ങി വന്ന കുറച്ച് ഡെക്കോർ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഞാൻ ഈ വർഷം കുറച്ചുകൂടെ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ഷോപ്പ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നല്ലത് എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ അതിന് വേണ്ടിയിട്ട് ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ നിങ്ങളെയും എൻ്റെ കൂടെ കൊണ്ടുപോകണം. ഇവിടെ സ്റ്റോറിൽ വന്നപ്പോഴേക്കും ഒരു കാര്യം മനസ്സിലായി. ഇവിടെ ഫുൾ ഇപ്പോൾ ക്രിസ്മസ് കളക്ഷൻസ് ആണ് ഉള്ളത്. ഫുൾ ക്രിസ്മസ് ഡെക്കർ ഐറ്റംസ് ആണ്. ഫോൾ ഐറ്റംസ് ആകെ കുറച്ചുള്ളൂ. നമ്മൾ കുറച്ച് ലേറ്റായി എന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അത്യാവശ്യം നല്ല ക്യാൻഡിൽ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. വേറൊന്നും പുതിയതായിട്ട് ഞാൻ ഒന്നും കണ്ടില്ല അങ്ങനെ. ഞാൻ ഇവിടെ എല്ലാ അധികം ഐറ്റംസ് ഇപ്പോൾ സ്മെല്ല് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. പക്ഷേ എല്ലാത്തിനും എനിക്ക് ഒരു സ്മെല്ലായിട്ടാണ് തോന്നുന്നത്. എല്ലാം ഒരു വാനില സിന്നമൺ സെയിം സ്മെല്ല് തന്നെ. എൻ്റെ കയ്യിൽ വീട്ടിൽ 2-3 ക്യാൻഡിലുണ്ട് സെയിം സ്മെല്ലുള്ളത്. അപ്പോൾ ഞാനിനി എടുക്കണോ വേണ്ടോ എന്നുള്ള ചിന്തയിലാണ്. ഞാൻ വരാൻ ലേറ്റായി പോയതുകൊണ്ടാണോ അതോ ഇത്തവണ ഒന്നും പുതിയതായിട്ട് ഇറങ്ങാത്തതുകൊണ്ടാണോ എന്നറിയില്ല. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട് മേടിക്കണം എന്ന് തോന്നിയ ഐറ്റംസ് ഒന്നും ഉണ്ടായില്ല. ഞാൻ ജസ്റ്റ് അങ്ങനെ നോക്കി ചെറിയ 2-3 സംഭവങ്ങൾ മാത്രം എടുത്തുള്ളൂ. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയി. ഞാൻ എൻ്റെ ഉണ്ടായിരുന്ന പഴയ ഐറ്റംസും പുതിയതായിട്ട് മേടിച്ച സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിവിടെ ഓൾറെഡി ഇല്ല സമ്മർ ഡെക്കോറാണ് ഇപ്പോൾ. അങ്ങനെ ഞാൻ ഓരോ ഐറ്റംസൊക്കെ എടുത്ത് പൊടിയൊക്കെ തട്ടി ഇതൊക്കെ വെച്ചിട്ട് ഏതൊക്കെ രീതിയിൽ ഡെക്കോർ ചെയ്യാം, എങ്ങനെയൊക്കെ ചെയ്താൽ നന്നാവും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് ഞാനിപ്പോൾ അടുത്ത് മേടിച്ച ഡ്രൈഡ് ലീഫാണ്. എനിക്ക് സ്റ്റോറൊന്ന് കണ്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ട് എടുത്തതാണ്. ഇത് ഡെക്കോർ ചെയ്താൽ എങ്ങനെ ഇരിക്കും, ഇത് കുറേ കാലം നിൽക്കുമോ അതോ പെട്ടെന്ന് കൊഴിഞ്ഞു പോവുമോ എന്നൊക്കെ ഉള്ള നല്ല ഡൗട്ട് എനിക്കുണ്ട്. എന്നാലും ഞാൻ തൊട്ടൊക്കെ നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് അങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ പംകിൻ്റെ പീസ് ഞാൻ മേടിക്കുമ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇതിനകത്ത് വാക്സ് വെച്ചിട്ട് നമുക്ക് തന്നെ ഒരു ക്യാൻഡിൽ മെയ്ഡ് ചെയ്തെടുക്കാമെന്നായിരുന്നു. പക്ഷെ അത് ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പം ഞാൻ തുറന്നു നോക്കിയപ്പോൾ അതിൽ ഏതോ ഒരു പംകിന് തന്നെ ചെറിയൊരു ക്യാൻഡിൽ ഇരിക്കുന്നത് കണ്ടു. ഇത് എൻ്റെ കയ്യിലുള്ള വേറെ കുറച്ച് ക്യാൻഡിൽസാണ്. സെയിം വാനില സിന്നമൺ സ്മെല്ലാണ് എല്ലാത്തിനും ഉള്ളത്. അങ്ങനെ ഞാൻ ഡ്രൈഡ് ലീവ്സും ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് വെയ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെയ്സാണോ വാസാണോ എന്ന് പറയാൻ എനിക്കറിയില്ല. ഞാൻ നാട്ടിൽ നിന്ന് വെയ്സ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ വന്നപ്പോൾ ആൾക്കാർ വാസ് എന്ന് പറയുന്നതിന് എന്തായാലും അതൊക്കെ ഞാൻ ചെയ്ത് നോക്കിയിരുന്നു എങ്ങനെ ഉണ്ടാവുന്നത്. സോ നമുക്ക് സെറ്റ് ചെയ്ത് തുടങ്ങാം. ഐ എം സ്റ്റാർട്ടിങ് ഫ്രം ദ കൗച്ച് ഓർ ദ ലിവിങ് ഏരിയ സൈഡ്.
ഞാനങ്ങനെ പില്ലോ കേസസ് മാറ്റി പഴയതൊക്കെ വാഷ് ചെയ്യാനിട്ടു. അങ്ങനെ കൗച്ചിൻ്റെ സൈഡ് ഏകദേശമായി. നല്ലൊരു ഭംഗിയുണ്ട് ഇപ്പം കാണാൻ. ഇതിന് മുമ്പ് ഇവിടെ ഒരു ബ്ലൂ, പിങ്ക്, യെല്ലോ അങ്ങനെ ഒരു സമ്മർ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ളതായിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു ഓറഞ്ച് ഡ്രൈ ലീവ്സ് അങ്ങനെ ഒരു മൂടി ഇതിലോട്ട് പോയപ്പോൾ വേറെ തന്നെ ഒരു വൈബ് തോന്നുന്നുണ്ട് എനിക്ക്. ടി വി സ്റ്റാൻഡിൽ പിന്നെ ഞാൻ വലുതായിട്ടൊന്നും ചെയ്യുന്നൊന്നുമില്ല. ടി വി സ്റ്റാൻഡ് ഇവിടെ ചെറുതാണ്, അപ്പോൾ അങ്ങനെ കുറേ ഐറ്റംസ് ഒന്നും വെക്കാൻ വേണ്ടി പറ്റില്ല. ഞാൻ ഉള്ളതുകൊണ്ട് കുറച്ച് ക്യാൻഡിലും ഇതൊക്കെ തന്നെ വെക്കുന്നുള്ളൂ. ഈ പറഞ്ഞ പോലെ തന്നെ കിച്ചൺ ഇവിടെ നല്ല ചെറുതാണ്. കിച്ചൺ ടോപ്പ് അതായത് കിച്ചൺ ഏരിയ നല്ല ചെറുതാണ്. അപ്പോൾ കുറേയൊന്നും കിച്ചണിൽ ആവശ്യമില്ലാത്ത ഐറ്റംസ് കുത്തിക്കയറ്റാനൊന്നും പറ്റില്ല. ആകെ ഞാൻ ഈ കോഫി ഏരിയ മാത്രമേ ഉള്ളൂ കുറച്ച് മാറ്റം വരുത്താറ് എല്ലാ സീസണിലും. ഇപ്പം ഞാൻ എൻ്റെ മാച്ച ബൗളൊക്കെ മാറ്റി ഈ വൈബിനനുസരിച്ചൊരു ബൗളും കപ്പൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. ലിവിങ് ഏരിയയിൽ ഇനി കാണുന്ന ഡൈനിങ് ടേബിളും ആ കാണുന്ന ടിഷ്യൂ ബോക്സ് മാത്രമേ ചേഞ്ച് ചെയ്യാനുള്ളൂ. ബാക്കിയെല്ലാം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇതും പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാം. ഇവിടെ ഞാൻ ഈ ടിഷ്യൂ ബോക്സ് മാത്രമേ മാറ്റുന്നുള്ളൂ. എനിക്ക് തോന്നുന്നത് ഇവിടെ ഉള്ളതൊക്കെ ഏകദേശം ഇപ്പോഴത്തെ റീസെറ്റിന് പറ്റിയത് തന്നെയാണ്. ആ കാണുന്ന ഫ്ലവർ ആണെങ്കിലും ബുക്കാണെങ്കിലും ഒക്കെ ഈ വൈബിന് പറ്റിയതാണ്. അപ്പോൾ ഞാൻ കൂടുതൽ അവിടെ ഒന്നും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. ഈ ബോക്സ് മാത്രമേ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റുന്നുള്ളൂ. അങ്ങനെ ലിവിങ് ഏരിയ കഴിഞ്ഞ് ഞാൻ റൂമിലോട്ട് വന്നു. ഇതാണ് എൻ്റെ വാനിറ്റി എന്നൊന്നും പറയാനില്ല, കുറച്ച് സ്കിൻ കെയർ ഐറ്റംസും എൻ്റെ ബാക്കി എല്ലാതും വെക്കുന്ന ഒരു സ്ഥലം ഇതാണ്. അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ടൊരു ചേഞ്ച് മാത്രം, ഈ ഒരു ഫ്ലവർ വേസ് മാത്രം ഒന്ന് മാറ്റുന്നുണ്ട്, വേറെ ഒന്നുമില്ല. കൂടുതൽ അവിടെ ചെയ്യാനൊന്നുമില്ല, അവിടെ ചെയ്യാൻ സ്ഥലവും ഇല്ല. അപ്പോൾ ഞാൻ അത് മാത്രം ജസ്റ്റ് ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കാൻഡിലും വെക്കുന്നുണ്ട്. രണ്ടായി റീസെറ്റിൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പാർട്ടിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യുന്ന കാര്യം എനിക്ക് തീരെ ഇഷ്ടമില്ല. ഈ ഹെവി ആയിട്ടുള്ള സാധനവും ഈ ഡൂവൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യുന്നതും അവിടെ ക്ലീൻ ചെയ്യുന്നതൊക്കെ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ ബെഡ് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ വരുന്നത് ഈ ബെഡിൻ്റെ രണ്ട് സൈഡിലും വരുന്ന ബെഡ് സൈഡ് ടേബിൾസ് ആണ്.
ഇതാണ് അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക്. എല്ലാ റീസെറ്റിങ്ങും കഴിഞ്ഞു. ഇപ്പോൾ ഒരു കോസി ഫോൾ ഫീലിങ്ങിലോട്ട് വന്നിട്ടുണ്ട്. പുറത്ത് നല്ല സൺസെറ്റ് നടക്കുന്നുണ്ട്. ഞാനും പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രഷായി ഒരു കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ച് ടി വി ഒക്കെ കണ്ട് നമുക്ക് ഡേ വൈൻഡപ്പ് ചെയ്യാം. ഇതിൽ ഞാൻ കുറച്ച് മിൽക്ക് എടുത്ത് വാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷുഗറിന് പകരം ഞാൻ ഈ കാരമൽ സോസാണ് ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ വാനില സിറപ്പ് ഞാൻ കുറച്ച് ഈ മിൽക്കിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ കോഫിയിൽ ഈ വാനിലയുടെ ടേസ്റ്റ് വരുന്നത് നല്ല ഇഷ്ടമാണ്. ഞാനിങ്ങനെ അതടിയ എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു കുക്കറി ഷോ പോലെ ആയി പോകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കോഫി ഉണ്ടാക്കുന്നതിനെ പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. എനിക്കിഷ്ടപ്പെട്ട പോലെ ഒരു കോഫി ഞാനങ്ങോട്ട് ഉണ്ടാക്കി കുടിക്കാൻ പോവാണ്. പിന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തത്, അതായത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒക്ടോബറിൽ നടന്ന കാര്യമാണ്. പക്ഷെ ഞാനിത് അപ്ലോഡ് ചെയ്തത് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തത് നവംബറിലാണ്. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ എനിക്ക് യൂട്യൂബിൻ്റെ കാര്യങ്ങളും എഡിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വരാൻ ടൈം എടുത്തു. അതാണിപ്പോൾ ഇത്ര ലേറ്റ് ആയത്. അടുത്ത വീക്ക് ഡിസംബർ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പുതിയ വിൻ്റർ ഡെക്കോറൊക്കെ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഞാൻ നിങ്ങളോട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഈ ജേണിയിൽ ഫോളോ ചെയ്യാം.